ഈ യാത്ര ഗുണ്ടൽപേട്ടിലേക്കാണ്. വിട്ടാലോ? അങ്ങനെ ബാഗെല്ലാം സെറ്റാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഗുണ്ടൽപേട്ട് പയ്യന്നൂരിൽ നിന്നെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഇരിട്ടി വഴി മാനന്തവാടി വഴി പോകുന്നതാണ് നല്ലത്. ബന്ദിപ്പൂർ ഫോറസ്റ്റ് രാത്രി 9 മണിയാകുമ്പോൾ അടക്കും. അതുകൊണ്ട് നമ്മൾ വീരാജ്പേട്ട് വഴി പോയി. ആ തീരുമാനം തന്നെ വൻ അബദ്ധമായിരുന്നു. നമ്മളാ മാക്കൂട്ടൻ ചുരം കയറാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറിന് മുകളിൽ സമയമെടുത്ത്. അത്രയും മോശം റോഡ്. അങ്ങനെ രാവിലെ ഗുണ്ടൽപേട്ടിലെത്തുമ്പോഴത്തേക്ക് കരിഞ്ഞ സൂര്യാന്തി പോകും. നമ്മൾ പോയ ഒരുവിധം എല്ലാ സൂര്യാന്തിപ്പാടവും കരിഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാ പ്രതീക്ഷയും അസ്തമിച്ചൊരു സമയമായിരുന്നു. പിന്നെ നേരെ ഹോട്ടലിലേക്ക് പോയിട്ട് എന്നിട്ട് അവിടെ ഒരു മസാല വശലം കഴിച്ച് പിന്നെ നേരെ പോയത് ഗോപാലസ്വാമി ടെമ്പിൾ റോഡാണ്. എല്ലാരും പോകുന്ന റൂട്ടിലേക്ക് കൂടി അല്ല നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഒരു കിഡിലൻ ഡാം വ്യൂ പോയിന്റ് കിട്ടും. അങ്ങനെ ഡാം വ്യൂ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഗോപാലസ്വാമി ടെമ്പിൾ റോഡിലേക്ക് പോയി. സൂര്യകാന്തിപ്പാടം മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് റോഡ് സൈഡ് കുറച്ച് വെള്ള പൂക്കളുണ്ട്. എന്തായാലും കുറച്ച് വിഷ്വൽ എടുക്കാന്ന് വെച്ചു. അപ്പോഴത്തേക്ക് അന്ന് ഉരുളക്കിഴങ്ങിന്റെ പൂവാന്ന് മനസ്സിലായി. പൂവിന്റെ ഒരു ഫോട്ടോ എടുത്തോക്ക്, എനിക്ക് ഗൂഗിളിൽ നോക്കിയിട്ട് എഴുതി പിടിക്കാം. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടത്തിലെത്തി. സണ്ണിമേൻ പറഞ്ഞ പോലെ മഞ്ഞപ്പൂക്കളും ചുറ്റുമലകളും ആ ഫീല് നമുക്ക് ഇവിടുന്ന് കിട്ടി. ഈ പാടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 20 രൂപയാണ് എൻട്രി. ഡ്രോണും കണ്ടെല്ലാം പോകുന്നവര് ഗോപാലസ്വാമി ടെമ്പിളിന്റെ അടുത്തേക്ക് ഡ്രോൺ പറത്താൻ നിൽക്കണ്ട. പറത്തിയ ഡ്രോണും പോവും, ഫൈനും കിട്ടും. പാടത്തിലേക്ക് ഇറങ്ങിയിട്ട് വൈബടിക്കുന്ന സമയത്ത് തേനീച്ചന്റെ കുത്തുകൊള്ളാണ്ട് നോക്കണം. പണ്ടത്തെ പോലെ വീട്ടിൽ ചടഞ്ഞിരിക്കാണ്ട് കുടുംബശ്രീയിലെല്ലാം ട്രിപ്പ് വന്നിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ആദ്യം കാണുന്ന പാടത്തിൽ കയറാണ്ട് രണ്ടാമത് കാണുന്ന സൂര്യകാന്തി പാടത്ത് പോവാം. ഭാരതമെന്നാൽ പാരിനടുവിൽ കേവലം ഒരു പിടി മണ്ണൽ ഗുണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ. നമ്മളപ്പുറം നല്ല പാട്ടുകാരിലോണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ആവശ്യം വന്നില്ല. ബാക്കിയുള്ള പാടവും ചീഞ്ഞുണങ്ങുന്നതിനെക്കാട്ടും മുന്നേ എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് അത്യാവശ്യം നല്ല തിരക്കില്ലോണ്ട് നമ്മൾ നേരെ തിരിച്ച് ഫോറസ്റ്റിൽ നിന്ന് മൃഗങ്ങളെ കാണാന്ന് വെച്ച് കണ്ടത് ആനപ്പിണ്ടം മാത്രം.